ഇന്ന് ദേവി കദനികയിൽ ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയിൽ വാണരുളുന്ന കാർത്യായനി ദേവിയുടെ കഥ കേൾക്കാം. ഒരിക്കൽ വിൽവമംഗലം സ്വാമിയാർ തിരുവനന്തപുരത്ത് അനന്തപത്മനാഭസ്വാമി ക്ഷേത്രം സന്ദർശിച്ച് ഗുരുവായൂർ പോകുന്ന വഴിയിൽ ചേർത്തലയിൽ ഒരു തമ്പക വൃക്ഷത്തിനടിയിൽ വിശ്രമിച്ചു. അവിടെ കുളങ്ങളും അതിൽ ധാരാളം അരയന്നങ്ങളും ഉണ്ടായിരുന്നു. അതൊക്കെ ആസ്വദിച്ചിരുന്ന സ്വാമികൾ ആ തമ്പക വൃക്ഷത്തിൻ്റെ ഒരു കൊമ്പിൽ തികഞ്ഞ ദേവീ ചൈതന്യത്തോടു കൂടിയ ഒരു സ്ത്രീ ഊഞ്ഞാലാടുന്നത് കണ്ടു. തൻ്റെ ജ്ഞാനത്താൽ നവദുർഗ അവതാരങ്ങളിൽ കാർത്യായനി ദേവിയാണത് എന്നറിഞ്ഞ് വിൽവമംഗലം സ്വാമിയാർ ദേവിയുടെ അടുത്തേക്ക് ചെന്നു. സ്വാമികൾ വരുന്നത് കണ്ട ഉടൻ അടുത്തുള്ള കുളത്തിലേക്ക് ദേവി ചാടി. അദ്ദേഹം ഒരുപാട് തിരഞ്ഞെങ്കിലും ദേവിയെ കാണാൻ സാധിച്ചില്ല. അടുത്ത ദിവസം സ്വാമികൾ വീണ്ടും ആ സ്ഥലത്തെത്തിയപ്പോൾ അതേപോലെ ദേവിയെ കാണുകയും അദ്ദേഹം അടുത്ത് ചെല്ലുമ്പോൾ ദേവി മറ്റൊരു കുളത്തിലേക്ക് ചാടുകയും ചെയ്തു. ഇതേ പ്രകാരം 6 ദിവസം ഈ സംഭവം ആവർത്തിച്ചു. ഓരോ ദിവസവും ഓരോ കുളങ്ങളിലായി ദേവി മറഞ്ഞുപോയി. 7ാമത്തെ ദിവസം വീണ്ടും സ്വാമിയെ കണ്ട ദേവി 7ാമത്തെ കുളത്തിൽ ചാടാൻ ഒരുങ്ങിയപ്പോൾ അദ്ദേഹം അല്പം ക്ഷുഭിതനായി തന്നെ അടുത്തേക്ക് പോവുകയും ദേവി മറയും മുമ്പ് മുടിയിൽ പിടിച്ച് ഉയർത്തുകയും ചെയ്തു. ദേവിയുടെ കഴുത്തിൻ്റെ മുകളിൽ തല മാത്രമേ സ്വാമികൾ ദർശിച്ചുള്ളൂ എന്നും കുറച്ച് കേശം സ്വാമിയുടെ കയ്യിലേക്ക് അടർന്നു വന്നു എന്നും ആ കുളം ചേര് നിറഞ്ഞതായിരുന്നു എന്നും പറയപ്പെടുന്നു. ചേര് കുളത്തിൽ തല മാത്രം കണ്ടതിനാലാണ് ആ സ്ഥലം ചേർത്തല എന്നറിയപ്പെട്ടത്. ദേവി കാർത്യായനിയെ വിൽവമംഗലം സ്വാമികൾ അമ്പലത്തിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. വിഗ്രഹത്തിൻ്റെ തല മാത്രമേ ഭക്തർക്ക് ദർശിക്കാൻ സാധിക്കുകയുള്ളൂ. തറനിരപ്പിൽ നിന്ന് 4 അടിയോളം താഴ്ചയിലാണ് ദേവിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അതിനാൽ പരാശക്തി സ്വയംഭുവാണ് എന്ന വിശ്വാസവുമുണ്ട്. കേശം അടർന്നു പോയതിൻ്റെ രോമകൂപങ്ങൾ വിഗ്രഹത്തിലുണ്ട്. അഭിഷേകം ചെയ്യുമ്പോൾ തുണിയാൽ തുടച്ചു മാറ്റാറുണ്ട് എന്ന് പറയപ്പെടുന്നു. ഇവിടത്തെ ശാസ്താവിനുമുണ്ടൊരു കഥ. ഒരിക്കൽ ഈ പ്രദേശത്ത് ഒരു ഗന്ധർവനാൽ ശല്യം നിരന്തരമുണ്ടായി എന്നും ദേവി ശാസ്താവിനോട് പരിഹാരം കാണാൻ ആവശ്യപ്പെട്ടു എന്നും ശാസ്താവ് ആ ഗന്ധർവനെ വധിച്ച് തിരിച്ചു വന്നപ്പോൾ ദേവി ശാസ്താവിനോട് പുറത്ത് കാവൽ നിൽക്കുമാറ് അപേക്ഷിച്ചു എന്നുമാണ് വിശ്വാസം. ഗദ കയ്യിലേന്തിയ ശാസ്താവിന് പുറത്ത് പ്രത്യേകം പ്രതിഷ്ഠയുണ്ട്. കാവ് ഉടയോൻ എന്നാണ് അറിയപ്പെടുന്നത്. ദുഷ്ടശക്തികളിലൂടെ ഭയമുള്ളവർ ഇവിടെ തടിയാൽ നിർമ്മിക്കപ്പെട്ട വർണ്ണങ്ങളോട് കൂടിയ ഗദ സമർപ്പിക്കാറുണ്ട്. ഇവിടെ മാത്രമാണ് ഉത്സവം തുടങ്ങി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കൊടിയേറ്റം നടക്കുന്നത്. കോഴികളെ പറപ്പിക്കുന്നതും ഇരട്ടി വഴിപാടും തടി വഴിപാടുമാണ് ഇവിടുത്തെ പ്രത്യേകത. മീനമാസത്തിലെ മകയിരം നാൾ മുതലാണ് ഇവിടെ ആറാട്ട് നടക്കുന്നത്. 7 ദിവസവും ആറാട്ട് നടക്കും. ഓരോ ദിവസവും ഐതിഹ്യമനുസരിച്ച് ഓരോ കുളത്തിലാണ് ദേവിക്ക് ആറാട്ട് നടത്തുന്നത്. 8ാമത്തെ നാൾ ദേവി ക്ഷേത്രത്തിൽ തിരിച്ചെത്തും. ഇതോടെ അനുബന്ധിച്ച് നടത്തുന്ന പൂര മഹോത്സവവും പടയണിയും വളരെ വിശേഷമാണ്. 108 ദുർഗാക്ഷേത്രങ്ങളിൽ ഒന്നായ ഇവിടെ ദേവി കാർത്യായനി ആദിപരാശക്തിയുടെ സൗമ്യസുന്ദര രൂപമായാണ് വാണരുളുന്നത്.